അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആയിഷ ബീവി ഒരിക്കൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത്, നബിയെ, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച സന്ദർഭം അത് ഉഹുദായിരുന്നില്ലേ? ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം മദീന കാലഘട്ടത്തിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ വിവാഹം കഴിക്കുന്നതും കൂട്ടിക്കൊണ്ടിരുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി ജീവിതത്തിൽ കണ്ട പ്രവാചകൻ ഏറ്റവും കൂടുതൽ വിഷമിച്ച സന്ദർഭം എന്നുള്ളത് ഉഹുദായിരുന്നു. കാരണം ബദറിൽ അവരുടെ ഏറ്റവും കോൺഫിഡൻസ് ആയിട്ട് 313 ആളുകൾ 1000 ആളുകൾക്കെതിരെ വിജയിക്കുകയാണ്. ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് പിന്നീട് ഉഹുദിൽ പോകുന്നത്. അവിടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കൽപ്പന വകവെക്കാതെ ചില സ്വഹാബിമാർ അവരെ ഏൽപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നതും പിന്നീട് ശത്രുക്കൾ അതുവഴി വന്ന് ആക്രമിച്ച ചരിത്രമൊക്കെ ഉഹുദിൻ്റെ പാഠങ്ങളിൽ നമുക്ക് ഈ സീരീസിലൂടെ വരുമ്പോൾ പറഞ്ഞു നിർത്താം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞു വെക്കുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രവാചക ചരിത്ര സീരീസിലാണ് നമ്മളിപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. അത് ത്വായിഫിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതിനുശേഷം ഇവിടേക്ക് എത്തുക എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർഘടമായ പ്രവാചകനെ കണ്ടത് ഉഹുദിലാണ്. പ്രവാചകൻ്റെ മുൻപല്ല് പൊട്ടി ഒരുപാട് പ്രിയപ്പെട്ട അനുചരരെ നഷ്ടപ്പെട്ട പ്രവാചകനെ ഏറെ വേദനിച്ച സാഹചര്യം എന്നുള്ളത് ഉഹുദ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആയിഷ ബീവി അങ്ങനെ ചോദിക്കുന്നത്, നബിയെ, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഉഹുദായിരുന്നില്ലേ? ആ സമയത്ത് പ്രവാചകൻ ആയിഷ ബീവിയോട് പറയുന്നൊരു മറുപടിയുണ്ട്. അല്ല ആയിഷ, ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിച്ചത് ത്വായിഫ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ വിഷമിച്ച ത്വായിഫ് സംഭവം എന്തായിരുന്നു അത്? എന്തുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ത്വായിഫ് ഇത്രത്തോളം വേദനിപ്പിച്ചത്? വരൂ, ഇന്ന് ത്വായിഫിൻ്റെ കഥ കേൾക്കാം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അബൂ ത്വാലിബിൻ്റെയും ഖദീജ ബീവിയുടെയും വഫാത്ത് ഒരു നികത്താൻ പറ്റാത്തത്രയും വലിയ വിടവായിരുന്നു. അതിൻ്റെ കഥയാണ് നമ്മൾ നേരത്തെ ഇതിനു മുൻപ് പറഞ്ഞു വെച്ചത്. ദുഃഖവർഷത്തിൻ്റെ കഥ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷമ കാലഘട്ടത്തിൽ നിന്ന് കരകയറാൻ മറ്റൊരു നാട് അത്യാവശ്യമായിരുന്നു. കാരണം ഇനി ഇവിടെ സംരക്ഷകരില്ല. ഇത്രയും കാലം സംരക്ഷിച്ചിരുന്ന അബൂ ത്വാലിബാണ് വിടവാങ്ങിയിരിക്കുന്നത്. വീട്ടിൽ അത്രത്തോളം സമാധാനവും ആശ്വാസം നൽകിയിരുന്ന ഖദീജ ബീവിയും വിടവാങ്ങിയിരിക്കുന്നു. ഇനി ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? മറ്റൊരു നാട്ടിൽ പോയിട്ട് അവിടെ ഒരു അഭയം പ്രാപിക്കണം, അവിടെ ഒരു ആശ്വാസവും സംരക്ഷകനെയും കണ്ടെത്തണം. അത് ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഉതകുന്നതാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിൽക്കാനൊരു മണ്ണില്ലാതെ പിന്നെ എങ്ങനെയാണ് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതും അവരെ സ്വീകരിക്കുന്നതും അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ? അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറ്റാൻ ഒരു നാട് പ്രവാചകന് അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിനെ പറ്റി ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് ത്വായിഫ് എന്നതും വളരെ പ്രധാനമാണ്. കാരണം അന്ന് അറേബ്യയിലെ ഏറ്റവും പ്രബലമായ 2 നഗരങ്ങൾ, ഒന്ന് മക്കയും മറ്റൊന്ന് ത്വായിഫുമാണ്. അവിടെ ബനൂ സക്കീഫ് ഗോത്രക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. അവരുടെ ലാത്ത എന്ന വിഗ്രഹത്തെ ആരാധിക്കാൻ വേണ്ടി വലിയൊരു ഗോപുരമൊക്കെ, ആരാധന കേന്ദ്രമൊക്കെ അവർ പണിയുന്നുണ്ട്. നമ്മൾ ഈ സീരീസിൻ്റെ തുടക്കത്തിൽ ആനക്കലഹ സംഭവമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ ചർച്ച ചെയ്തതാണത്. ആനക്കലഹ സംഭവത്തിൽ ഈ അബ്രഹത്തിൻ്റെ ആനപ്പട വരുന്നത് ത്വായിഫ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ മക്കയിലെ കഅബയെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ബനൂ സക്കീഫ് ഗോത്രക്കാർ എല്ലാവിധ ഒത്താശയും ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ഗൂഢമായൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മക്കയിലെ ഈ കഅബ എങ്ങാനും തകർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അറേബ്യയിലെ ഒരു ആരാധന കേന്ദ്രം എന്നുള്ളത് ഈ ത്വായിഫിലെ ഈ ലാത്ത് എന്ന വിഗ്രഹത്തിൻ്റെ ആരാധന കേന്ദ്രമാണ്. അതുകൊണ്ട് ഈ മക്കയിലേക്ക് ഈ അബ്രഹത്തിൻ്റെ ആനപ്പട തകർക്കാൻ വരുമ്പോൾ അവർക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുന്നത് ത്വായിഫിലുണ്ടായിരുന്ന ഈ ബനൂ സക്കീഫ് ഗോത്രക്കാരാണ്. ആ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ ത്വായിഫ് എന്നുള്ളത് വളരെ പ്രഖ്യാതമായ നാടായിരുന്നു അന്ന്. മാത്രമല്ല പ്രകൃതിപരമായി കൊണ്ട് തന്നെ ആ നാട് വളരെ ഫലഭൂഷ്ടമായിരുന്നു. മുന്തിരിയും അനാറുമൊക്കെ വിളയുന്ന, ഇടയ്ക്കിടെ മഴ ലഭിക്കുന്ന, ഇന്നും ആ പ്രകൃതിയുടെ ആശ്വാസങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഇന്നും ത്വായിഫ് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ട് ത്വായിഫ് തിരഞ്ഞെടുത്തു എന്നതിന് പിന്നിലുണ്ട്. എന്തുകൊണ്ട് മദീന ആദ്യമേ തിരഞ്ഞെടുത്തില്ല എന്നൊക്കെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം മദീന എന്നുള്ളത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പോയതിനു ശേഷം മാത്രം പ്രസിദ്ധി ആർജിച്ച ഒരു പ്രദേശമാണ്. അതിനു മുൻപ് ആരും കേട്ടിട്ട് പോലുമില്ലാത്ത യസ്രിബ് എന്ന പഴയ പേരിൽ അതാരും ശ്രദ്ധിക്കാത്ത ഒരു പഴയ ഒരു നാട് മാത്രമായിരുന്നു. പ്രവാചകൻ അവിടെ പോയതിനു ശേഷമാണ് അത് മദീന മുനവ്വറയായിട്ട് മാറുന്നത്.
അതുകൊണ്ട് തന്നെ ത്വായിഫ് ഏറ്റവും പ്രബലമായ നഗരത്തിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിയേറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ത്വായിഫിൽ ഉണ്ടായിരുന്ന അംർ ഇബ്നു ഉമൈർ അസ്-സഖഫി ആയിരുന്നു അവരുടെ നേതാവ്. അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം അദ്ദേഹത്തിൻ്റെ 3 ആൺമക്കളായിരുന്നു അന്ന് ത്വായിഫ് ഭരിച്ചിരുന്നത്. അതിൽ ഒരു ആൺമകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് മക്കയിലെ ഖുറൈശികളിൽ നിന്നാണ്. പ്രവാചകൻ മക്കയിലെ ഖുറൈശികളിൽപ്പെട്ട ആളാണ്, ബനൂ ഹാഷിം ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വഴി, അവരുടെ കുടുംബ ബന്ധം വഴിയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫുമായിട്ട് അടുത്തതാണ്. മാത്രമല്ല പ്രവാചകൻ്റെ ഇതുവഴി ബന്ധുക്കൾ പലരും ത്വായിഫിലുണ്ട്. അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫ് തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാവും. മാത്രമല്ല ഈ ത്വായിഫ് എങ്ങാനും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മക്ക മുശ്രിക്കീങ്ങൾക്ക് വലിയ തലവേദന സൃഷ്ടിക്കാൻ സാധിക്കും. കാരണം നമ്മൾ പലവട്ടം സൂചിപ്പിച്ചതാണ്, മക്കയിൽ ഏറ്റവും പ്രധാനമായ അവരുടെ വരുമാന മാർഗവും ജീവിത മാർഗവും കച്ചവടങ്ങൾ തന്നെയായിരുന്നു. വർഷത്തിൽ 2 തവണ നടക്കുന്ന കച്ചവട യാത്രകളായിരുന്നു. അതിൽ അവരുടെ പ്രധാനപ്പെട്ട കച്ചവട റൂട്ട് എന്നുള്ളത് ത്വായിഫായിരുന്നു. ഈ ത്വായിഫിൽ മുസ്ലിങ്ങൾക്ക് ഇടം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കച്ചവട റൂട്ടുകൾ മുഴുവനും അവിടെ നിന്നുപോകും. അതുകൊണ്ട് മക്ക മുശ്രിക്കീങ്ങളെ തകർക്കാനുള്ള വലിയൊരു ശക്തിയായിട്ട് കൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊളിറ്റിക്കലി വലിയൊരു ധാരണ കൂടെയൊക്കെ ഈ ഒരു പദ്ധതിയിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനമായിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്ലാനിങ്ങോടുകൂടെ നടത്തിയ ഒരു യാത്രയായിരുന്നു ത്വായിഫിലേക്കുള്ള യാത്ര. അങ്ങനെ നുബുവത്തിൻ്റെ 10ാം വർഷമാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പുറപ്പെടുന്നത്. തൻ്റെ വളർത്തുപുത്രനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസയുമായിട്ട് കാൽനടയായിക്കൊണ്ട് പ്രവാചകൻ അനുഭവത്തിൻ്റെ 10ാം വർഷം ത്വായിഫിലേക്ക് യാത്ര തുടങ്ങുകയാണ്. മക്കയിൽ നിന്ന് 85 കിലോമീറ്ററുകൾക്കകലെ ഏകദേശം ഒരു ദിവസം മുഴുവനും 24 മണിക്കൂർ മുഴുവനും നടന്നു കഴിഞ്ഞാൽ മാത്രമേ അന്ന് മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് എത്തിച്ചേരൂ. മരുഭൂമി ഉൾക്കൊള്ളുന്ന മലമ്പ്രദേശമാണിത്. അങ്ങനെ ദുർഘടമായൊരു സാഹചര്യത്തിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാണ് കാൽനടയായിട്ട് യാത്ര തിരിച്ചത്? മാത്രമല്ല പ്രമുഖരായ പല സ്വഹാബിമാരും, അക്കാലത്ത് ഉമർ തങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്ന കാലമാണ്. ഉമർ തങ്ങളും ഹംസ റളിയല്ലാഹു അൻഹു ഒക്കെ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രപ്രധാനമായ കഥകളൊക്കെ നമ്മൾ ഈ സീരീസിലൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ അത് കാണണം. അവിടെ ഇങ്ങനെ ഈ പ്രബലമായ സ്വഹാബികൾ, അബൂബക്കർ തങ്ങൾ, ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളൊക്കെയുള്ള പ്രബലമായ സ്വഹാബികൾ പലരും അവിടെ ഉണ്ടാകുമ്പോഴാണ് പ്രവാചകൻ സെയ്ദ് ബിൻ ഹാരിസയുമായിട്ട് കാൽനടയായിട്ട് മറ്റു വാഹനങ്ങളെ ഒന്നും ഉപയോഗിക്കാതെ ഈ ത്വായിഫിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടായിരുന്നു അത്? അവിടെയും പ്രവാചകൻ്റെ ഏറ്റവും യുക്തിഭദ്രമായ പ്ലാനിങ്ങുകളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരാൾ തൻ്റെ വളർത്തു മകനുമായിട്ട് സ്വാഭാവികമായി ഇങ്ങനെ കാൽനടയായിട്ട് നടന്നു പോകുന്നത് കണ്ടാൽ ആർക്കും ഒരു സംശയം തോന്നുകയില്ല. പ്രവാചകനെ നിരന്തരം മക്ക മുശ്രിക്കീങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണത്. പ്രവാചകൻ അടുത്തത് എന്താണ് ചെയ്യുന്നത്? ആ സമയത്ത് തന്നെയാണ് അബിസീനിയയിലേക്ക് പ്രവാചകൻ സ്വഹാബത്തിനെ പറഞ്ഞേക്കുന്നത്. അവരവിടെ അത്രത്തോളം സ്നേഹത്തോടെ സ്വീകരിക്കപ്പെടുന്നു. അവിടെ നജ്ജാശി രാജാവ് അവരെ വളരെ സ്വാഗതാർഹമായിട്ട് സ്വീകരിക്കുകയും ഇസ്ലാം മുറുകെ പിടിച്ച് അവിടെ ജീവിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അതിനെ തടയാൻ ചെന്ന മക്ക മുശ്രിക്കീങ്ങൾ അപമാനിച്ചുകൊണ്ട് പറഞ്ഞയച്ച ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി ഇത് മറ്റൊരു നാട്ടിലേക്കും ആവർത്തിക്കരുത്. അത് തങ്ങൾക്ക് വലിയൊരു തലവേദന സൃഷ്ടിക്കും. അത് ഇസ്ലാം കൂടുതൽ ഇടങ്ങളിലേക്ക് എത്താൻ സഹായിക്കും എന്ന ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു മക്ക മുശ്രിക്കീങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അവർ നിരന്തരം പ്രവാചകനെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ ചെയ്യുന്ന ഓരോ സന്ദർഭങ്ങളും അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനവർ പല ആളുകളെയും, അബൂജഹലൊക്കെ പല ആളുകളെയും അതിനുവേണ്ടി മാത്രം നിയോഗിക്കുന്നുണ്ട്. ആ അവസരത്തിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസയുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു നീങ്ങുക എന്നുള്ളത് ഒരു സംശയം ജനിപ്പിക്കുന്ന കാര്യമല്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്ലാനിങ് നമ്മൾ നോക്കണം. പ്രബലമായ ഒരു ഉമർ റളിയല്ലാഹു അൻഹുവിനെ എടുത്തിട്ട് പ്രവാചകൻ കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ടാൽ ആർക്കും സംശയം തോന്നും. ഉടനെ അന്വേഷിക്കും അവർ എവിടേക്കാണ് പോകുന്നതെന്ന്. അതിന് പോലും ഒരു വക വരുത്താതെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വഴിയിലൂടെ പ്രവാചകൻ ഇങ്ങനെ പോകും. സത്യത്തിൽ യുദ്ധം ചെയ്യാൻ പോകേണ്ടതോ അല്ലെങ്കിൽ മറ്റു പല യാത്രകൾ ചെയ്യേണ്ടത് ഈ ഭാഗത്തേക്കാണെങ്കിൽ പോലും പ്രവാചകൻ മറുദിശയാണ് തിരഞ്ഞെടുക്കുക. ശത്രുക്കൾക്കും കൂടെ ഒരുപാട് മുനാഫിക്കുകളുണ്ട്, അവർ ഒറ്റുകൊടുക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? ഈ ഭാഗത്തിലേക്ക് പോകും. ഒരുപാട് ദൂരം സഞ്ചരിച്ചതിന് ശേഷം ആ വഴി തിരികെ വന്നുകൊണ്ട് ഈ യഥാർത്ഥ വഴിയിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെ ഏറ്റവും കൃത്യമായ പ്ലാനിങ്ങോടുകൂടെയായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാര്യത്തിലും ഏർപ്പെട്ടിരുന്നത്. ഇനി ഹിജ്റയുടെ രംഗത്തിലേക്കൊക്കെ വരുമ്പോഴാണ് പ്രവാചകൻ്റെ കൃത്യമായ പ്ലാനിങ്ങുകൾ നമുക്കവിടെ ബോധ്യപ്പെടുന്നത്. നമ്മൾ അവിടെ
അതിൻ്റെ രംഗങ്ങളൊക്കെ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഈ സെയ്ദ് ബിൻ ഹാരിസയുമായിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിൻ്റെ 10-ാം വർഷം ത്വായിഫിലേക്ക് കാൽനടയായിട്ട് ഒരു ദിവസം മുഴുവനും നടന്നുകൊണ്ട് അവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഒരു ദിവസം മുഴുവനും കാൽനടയായി സഞ്ചരിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സെയ്ദ് തങ്ങളും ആദ്യമായിട്ട് ത്വായിഫിലെത്തിയ ഉടനെ ചെല്ലുന്നത് അവിടുത്തെ ബനൂ സഖീഫ് ഗോത്രക്കാരുടെ നേതാക്കന്മാരായിരുന്ന ആ 3 ആൺമക്കളുടെ അടുത്തേക്കാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അംർ ഇബ്നു ഉമൈർ അസ്സഖഫിയുടെ 3 മക്കളാണ് ഇന്ന് ത്വായിഫ് ഭരിക്കുന്നത്. അവരെ 3 പേരെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് കാണുകയാണ്. ഒരു നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ നാട്ടുകാരെ കാണുന്നതിനേക്കാൾ മുമ്പ് അവരുടെ നേതാക്കളെ കണ്ടു കഴിഞ്ഞാൽ അത് ആ നാട്ടിലേക്ക് ഇസ്ലാം വേരൂന്നുന്നതിന് ഏറ്റവും സഹായകമാകും എന്ന് പ്രവാചകൻ്റെ പ്ലാനിങ് അവിടെയുണ്ട്. ആദ്യമേ പ്രവാചകന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടുത്തെ നാട്ടിലെ ആളുകളെ ചെന്നിട്ട് എന്ത് ചെയ്യുക, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം. പക്ഷേ പ്രവാചകൻ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഉദാത്തമായ പദ്ധതിയാണ്. അങ്ങനെ ഈ നാട്ടിലെ നേതാക്കന്മാരുടെ അടുത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ താൻ മക്കയിൽ നിന്ന് വരുന്ന അള്ളാഹുവിൻ്റെ ദൂതനായ പ്രവാചകനാണ് എന്ന കാര്യമെല്ലാം വളരെ വിശദമായിട്ട് ഇസ്ലാമിനെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയൊക്കെ ഈ 3 നേതാക്കന്മാരോടും പറഞ്ഞു വെക്കുകയാണ്. ഉടനെ അവർ 3 പേരും പറയുന്ന മറുപടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്യധികം തളർത്തി കളയുന്നുണ്ട്. അവരിൽ ആദ്യത്തെ ആൾ പറയുന്നത്, നീയാണ് ഈ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ദൂതനെങ്കിൽ ഞാൻ മക്കയിൽ ചെന്ന് കഅബ തന്നെ നശിപ്പിച്ച് കളയും, കഅബ തന്നെ കീറിക്കളയും എന്നാണ് ആദ്യത്തെ ആൾ പ്രവാചകൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്. അത്രത്തോളം പ്രവാചകൻ അഭിമാനിച്ചു. നിന്നെയാണോ ദൈവത്തിന് ദൂതനായിട്ട് പറഞ്ഞേക്കാൻ കിട്ടിയത് എന്ന തരത്തിലായിരുന്നു ആദ്യത്തെ ആൾ സംസാരിച്ചത്. പ്രവാചകൻ അടുത്ത് പോയി ആ സമയത്ത് പറയുന്നുണ്ട്, വേറെ ഒരു മനുഷ്യനെയും കിട്ടിയില്ലേ, ഇവിടെ എത്ര നല്ല ആളുകളുണ്ട്, എന്നിട്ട് നിന്നെയാണോ ദൂതനായിട്ട് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ 2ാമത്തെ ആളും വളരെ നിശിദ്ധമായിട്ട് വിമർശിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. 3ാമത്തെ ആളുടെ അടുത്തേക്ക് വളരെ നിരാശനായിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല. കാരണം നീ ഒരു പ്രവാചകനാണ് എങ്കിൽ ഞാനൊരിക്കലും നിന്നോട് സംസാരിക്കാൻ പറ്റാത്ത അത്രത്തോളം താഴ്ന്നിട്ടാണ്. കാരണം അങ്ങൻ്റെ ഉന്നതികളിലാണ്. അത് മറിച്ച് താങ്കളൊരു പ്രവാചകനല്ല, കള്ളപ്രവാചകനായി വാദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങേക്കാൾ എത്രയോ മുകളിലാണ്, ഞാൻ ഈ നാടിൻ്റെ നേതാവാണ്, നീ ഒരു കള്ളപ്രവാചകനാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്നോട് സംസാരിക്കുക പോലും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3ാമത്തെ ആളും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അവസരത്തിൽ തളർന്നു പോകുന്നുണ്ട്. കാരണം മക്കയിൽ നിന്ന് സംരക്ഷകനില്ലാതെ ഉപരോധത്തിൻ്റെ കഥ അവിടെയുണ്ട്. പട്ടിണിക്കിട്ട് പച്ചിലകൾ മാത്രം ഭക്ഷിക്കേണ്ടി വന്ന പ്രവാചകനും സ്വഹാബത്തും അനുഭവിച്ച പീഡനങ്ങളുടെ കഥയുണ്ട് അവിടെ. അതിനുശേഷമാണ് സംരക്ഷകനായി നിന്നിരുന്ന അബൂ ത്വാലിബും ഖദീജ ബീവിയും വിടവാങ്ങുന്നത്. ഇങ്ങനെ ദുഃഖങ്ങളുടെ പരമ്പരയാണ് പ്രവാചകൻ്റെ ജീവിതത്തിൽ. അങ്ങനെ മറ്റൊരു നാടും സമാശ്വാസവും ആശ്വാസമൊക്കെ തേടി വന്ന് ത്വായിഫിലെത്തി അവരുടെ നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രവാചകൻ ഇത്തരത്തിൽ വിമർശിക്കപ്പെടുന്നു, പ്രവാചകൻ കളിയാക്കപ്പെടുന്നു, അവരിൽ നാട്ടി ഓടിക്കപ്പെടുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ 3 പേരോടും പറയുന്നുണ്ട്, ഞാനിവിടെ വന്നു, എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു, നിങ്ങളത് കേട്ടു, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ അവസാനിക്കണം. ഇത് പുറത്തുള്ള നിങ്ങളുടെ നാട്ടുകാരോ നിങ്ങൾ ഭരിക്കുന്ന ആളുകളൊന്നും അറിയരുത്. ഇത് ഇവിടെ ഞാൻ വന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളത് സ്വീകരിച്ചിട്ടില്ല, നിങ്ങൾ എന്നോട് പറയേണ്ടതും പറഞ്ഞു, ഇതിവിടെ അവസാനിച്ചു എന്ന രീതിയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ട്. പുറത്താരും ഇത് അറിയരുത് എന്നാണ് പ്രവാചകൻ പറയുന്നത്. കാരണം ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ, ഖുറൈശികൾ ഇവിടെ ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവാചകന് വളരെ തലവേദനയാണ്. കാരണം അവരുടെ ഏറ്റവും പീക്ക് പോയിൻ്റാണ് ത്വായിഫ്. അവരുടെ കച്ചവട സംഘങ്ങളൊക്കെ പോകുന്ന ഏറ്റവും പ്രിയപ്പെട്ട, മാത്രമല്ല മറ്റൊരു കാര്യം കൂടെയുണ്ട്, മക്കയിലെ പല ആളുകൾക്കും ഈ ത്വായിഫിൽ തോട്ടങ്ങളും കൃഷികളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞു, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്ന പ്രദേശമാണ്. ഈത്തപ്പഴം, മുന്തിരി, അനാറൊക്കെ വളരെ സുലഭമായിട്ട് കൃഷി ചെയ്യുന്ന ഇന്നും ആ സമ്പൽ സമൃദ്ധി അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയിലെ പല ആളുകൾക്ക് എന്തുണ്ട്, ഇവിടെ കൃഷിയും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവർ സ്ഥിരമായിട്ട് വന്നു പോകുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ ഇസ്ലാം വേരൂന്നിക്കഴിഞ്ഞാൽ അത് വളരെ ക്ഷീണമാണ് മക്ക മുശ്രിക്കുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവരൊരിക്കലും അറിയരുത് എന്നതായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രയും നിരാശനായി ദുഃഖിതനായിട്ടാണ് അവരുടെ നേതാക്കളുടെ വസതിയിൽ നിന്നും ഇറങ്ങി വരുന്നത്. ആ സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സെയ്ദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ തെരുവിലൂടെ പോകുമ്പോൾ പ്രവാചകൻ അവരുടെ ആളുകളുടെ അടുത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിനെ പറ്റി പറയണം. ആരെങ്കിലുമൊക്കെ ഇസ്ലാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വളരെ ആശ്വാസമാണല്ലോ, അങ്ങനെ സംസാരിക്കണം എന്ന പ്രതീക്ഷയിൽ വരുമ്പോഴാണ് ഇവിടെ ഒരുപാട് കുട്ടികൾ വഴിയുടെ 2 ഭാഗത്തും ഇങ്ങനെ നിൽക്കുന്നത്.
അതിക്രൂരരായ ഗുണ്ടകളായ ഒരുപാട് ആളുകൾ, കുട്ടികൾ, അവരെയൊക്കെ ഈ നേതാക്കൾ കയ്യിൽ കല്ലൊക്കെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ആ നേതാക്കൾ ആ സമൂഹത്തോട് പ്രഖ്യാപിക്കുന്നുണ്ട്, മക്കയിൽ നിന്ന് ഒളിച്ചോടി വന്ന 2 ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അവരെ നിങ്ങൾ കൊന്നുകളയണം, കല്ലെടുത്തെറിയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കർശനമായ നിർദ്ദേശമാണ് ഈ ആളുകൾക്ക് കൊടുക്കുന്നത്. വളരെ ശിലാഹൃദയരായിരുന്ന ജാഹിലിയത്തിൽ ഉറഞ്ഞുപോയ ആ മനുഷ്യർ ഭാഗത്തും, വഴിയുടെ 2 ഭാഗത്തും കല്ലുമായിട്ടാണ് പ്രവാചകനെയും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും കാത്തിരുന്നത്. ഉടനെ കല്ലുകൾ എറിയാൻ തുടങ്ങി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലുടനീളം കല്ലുകൾ തട്ടാൻ തുടങ്ങി. പ്രവാചകൻ്റെ കാലിൽ ഇങ്ങനെ കല്ല് തട്ടിയിട്ട് പ്രവാചകൻ്റെ ചെരുപ്പ് മുഴുവനും രക്തത്തിൻ്റെ നിറമണിഞ്ഞു. പ്രവാചകൻ്റെ കാലിലൂടെ ധാരധാരയായിട്ട് രക്തം കടപുഴകി ഒഴുകാൻ തുടങ്ങി. സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകനെ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിലും മറ്റു പുറം ഭാഗങ്ങളൊക്കെ കല്ല് കൊണ്ടിട്ട് തലയിൽ നിന്ന് പോലും രക്തം ഒഴുകാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കരുണയുമില്ലാതെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാല് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ കുട്ടികൾ കല്ലെറിയുന്നത്. അങ്ങനെ സ്വർഗത്തിലേക്ക് ഒന്നാമതായി വെക്കേണ്ട ആ കാല് ത്വാഇഫിൽ വെച്ചുകൊണ്ട് ചോര പൊട്ടി ഒഴുകുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിൻ്റെ നിറം പോലും കാണാത്തത്രയും ചോര ഒലിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുന്ന വഴിയിലുടനീളം രക്തമൊലിച്ചിറങ്ങുകയാണ്. പ്രവാചകന് ബോധം നഷ്ടപ്പെടുന്നു. പ്രവാചകൻ തൻ്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു, അത്രയും പ്രിയപ്പെട്ട മനുഷ്യൻ, പ്രവാചകൻ ഇങ്ങനെ എത്രത്തോളം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം കാണുന്നുണ്ട്. ഉടനെ പ്രവാചകന് സംരക്ഷണം, പ്രവാചകനെയും പിടിച്ചുകൊണ്ട് അവർ 2 പേരും ത്വായിഫിൽ നിന്ന് ഓടി മറയുകയാണ്. കാലിൽ നിന്നൊലിച്ചിറങ്ങുന്ന ചോര, മനസ്സിലെ അഗാധമായ വേദന, ശാരീരികമായും മാനസികമായും മുറിപ്പെട്ട് വ്രണപ്പെട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി മറയുകയാണ്. പ്രവാചകൻ്റെ സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം അത്രത്തോളം രക്തം ഒലിച്ചു പോയിട്ടുണ്ട് ശരീരത്തിൽ നിന്ന്, അത്രത്തോളം മുറിവ് പറ്റിയിട്ടുണ്ട്. മനസ്സും ശരീരവും ഒരുപോലെ മുറിപ്പെട്ടിരിക്കുകയാണ് ആ മനുഷ്യൻ. അങ്ങനെ 8 കിലോമീറ്ററുകൾക്കകലെ കർണു മനാസിൽ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് പ്രവാചകന് ബോധം ലഭിക്കുന്നത്. അവിടെ ഒരു ഈന്തപ്പനത്തോട്ടത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു പോവുകയാണ്. തൻ്റെ കാലിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന അത്രത്തോളം വേദനാപൂർണമായ മുറിവുകൾ മുഴുവനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസരത്തിലാണ് കാണുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അത്രത്തോളം വേദനയോടുകൂടെ ആ തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാലും ചെരുപ്പും കാണാത്ത വിധം രക്തം തളം കെട്ടി നിൽക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിച്ച സാഹചര്യം, ശാരീരികമായും മാനസികമായും മുറിവേറ്റ സാഹചര്യം. താൻ വിശ്വസിക്കും, കൂടെ നിൽക്കും, തൻ്റെ ബന്ധുക്കളാണല്ലോ എന്ന് കരുതി വിശ്വസിച്ചിരുന്ന ത്വായിഫിലെ ആളുകൾ കല്ലെറിഞ്ഞോടിച്ച, അപമാനിച്ച, കളിയാക്കിയ, അത്രത്തോളം പീഡിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു ത്വായിഫ്. എന്തുകൊണ്ടാണ് പ്രവാചകൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച രംഗമെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ അത് ത്വായിഫാണ് എന്ന് പറയുന്നതും ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. അതിനു മുന്നിലുണ്ടായിരുന്നു ഉപരോധവും അബൂ ത്വാലിബിൻ്റെയും ഖദീജ ബീവിയുടെയൊക്കെ വിട വാങ്ങലൊക്കെ ഈ സന്ദർഭത്തിൻ്റെ ദുഃഖം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കർണു മനാസിലെത്തി അടത്തോട്ടത്തിലിരുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുകയാണ്. റബ്ബേ, നീ ആരിലേക്കാണ് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഈ അക്രമികളായ ക്രൂരന്മാരായ ഈ സമൂഹത്തിലേക്കോ? എൻ്റെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. എല്ലാ പ്രതീക്ഷകളും അണഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ മുന്നിൽ എല്ലാ പ്രതീക്ഷയുടെ കവാടങ്ങളും അടച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള വാതിലുകൾ അവിടെ തുറന്നു കിടക്കുന്നു എന്ന ഏറ്റവും ഉദാത്തമായ അധ്യാപനം കൂടി പ്രവാചകൻ അവസരത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ പറയുന്നത്, ആരിലേക്കാണ് റബ്ബേ എന്നെ നീ ചേർത്ത് കൊടുക്കുന്നത്? ഈ ക്രൂരന്മാരായ ഏറ്റവും അപഹാസ്യപ്പെട്ട ഈ മനുഷ്യരിലേക്കാണ് അള്ളാഹുവേ നീ എന്നെ ചേർത്ത് വെക്കുന്നത്. എൻ്റെ ബലഹീനതകളും ദൗർബല്യവും ഒക്കെ നിനക്കറിയാമല്ലോ റബ്ബേ. അതുകൊണ്ട് എന്നെ നീ സംരക്ഷിക്കണമല്ല. നീ ദുർബലരുടെ നാഥനാണല്ലോ റബ്ബേ. ആരിലേക്കാണ് നീ എന്നെ ചേർത്ത് വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല പ്രവാചകൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്, അല്ലാ, നിനക്ക് എന്നോട് കോപമില്ലെങ്കിൽ, ദേഷ്യമില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എൻ്റെ ശരീരം മുറിപ്പെട്ടാലും ചോരയൊലിച്ചാലും എന്നെ എല്ലാവരും പരിഹസിച്ചാലും കളിയാക്കിയാലും നിനക്ക് എന്നോട് കോപമില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എല്ലാവരും വന്ന് മുറിയാക്കിക്കൊള്ളട്ടെ, എന്നെ വേദനിപ്പിച്ചു കൊള്ളട്ടെ. നിനക്കെന്നോട് തൃപ്തിയും സന്തോഷവും സ്നേഹവും മാത്രമാണെങ്കിൽ എനിക്ക് മറ്റൊരു പ്രശ്നവുമില്ല. നിന്നിലാണ് എനിക്ക് അഭയം. നിൻ്റെ സഹായമാണ് ഈ അവസരത്തിൽ എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത്. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. ഇന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലും അള്ളാഹുവിനോട് കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്.
എല്ലാ കവാടങ്ങളും അടഞ്ഞു കഴിയുമ്പോൾ, എല്ലാ പ്രതീക്ഷയുടെ മെഴുകുതിരി വെട്ടവും അണഞ്ഞു കഴിയുമ്പോൾ അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിക്കുന്ന തവക്കുലിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക പ്രവാചകൻ അവിടെ കാണിച്ചു തരുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു വാക്യമുണ്ട്, നമ്മുടെ വിഷമങ്ങളും പരാതികളൊന്നും ഒരു മനുഷ്യരോടും പറയരുത്. അതിന് വിശദീകരണമായിട്ട് ഉമർ തങ്ങൾ പറയുന്നുണ്ട്, നമ്മളെ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളോടാണ് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് അവരെ കൂടെ വിഷമിപ്പിക്കും. നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? അതല്ല, നമ്മളെ ഇഷ്ടപ്പെടാത്ത ആളുകളോടാണ് നമ്മളുടെ ഈ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ നമ്മൾ പറയുന്നതെങ്കിൽ അത് അവരെ സന്തോഷിപ്പിക്കും. നമ്മളെ ശത്രുക്കളോട് പറഞ്ഞാൽ അത് അവരെ സന്തോഷിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളൊന്നും നമ്മൾ മറ്റൊരു മനുഷ്യരോടും പറയേണ്ടതില്ല. അത് എല്ലാം പറയാൻ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ റബ്ബാണ്. നമ്മുടെ എല്ലാ വേദനകളും, എല്ലാ സങ്കടങ്ങളും, നമ്മുടെ എല്ലാ പരിമിതികളും, നമ്മുടെ എല്ലാ നിസ്സഹായതകളും പറയാൻ അള്ളാഹു സദാ അവൻ്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ഏറ്റവും മനസ്സ് തുറന്നിട്ട് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റുക, നമ്മുടെ വേദനകളൊക്കെ പറയാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നമ്മുടെ പരാതികളൊക്കെ പറയാൻ അള്ളാഹുവിനെ നമ്മൾ ഏറ്റവും മുന്നിൽ വെക്കുക എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മുറിവ് പറ്റിയിട്ട് കർണുമനാസിലെ തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉടമകൾ ഈ കാഴ്ച കാണുന്നുണ്ട്. തോട്ടത്തിൻ്റെ ഉടമ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, മക്കയിലെ പല ആളുകൾക്കും ത്വായിഫിൽ തോട്ടമുണ്ടെന്ന്. അങ്ങനെ മക്കയിലുണ്ടായിരുന്ന 2 ആളുകളുടെ തോട്ടമായിരുന്നു ഇത്. ആ 2 ആളുകളും അവിടെ ഈ തോട്ടത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകൻ ഇങ്ങനെ വേദനിച്ചിട്ട് വരുന്നത്. അത് പ്രവാചകൻക്കറിയുന്ന 2 ആളുകൾ, ഉത്തുബയും ഷൈബയും, പ്രവാചകൻ്റെ കൊടിയ ശത്രുക്കളായിരുന്ന 2 മനുഷ്യർ. അവരുടേതായിരുന്നു ഈ തോട്ടം. പ്രവാചകൻ ചോരയൊലിച്ച കാൽപാദങ്ങളും മുറിവേറ്റ ശരീരവുമായിട്ട് വന്നിരിക്കുന്നത് ഇവരുടെ തോട്ടത്തിലാണ്. ആ ശത്രുക്കൾക്ക് പോലും ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അവരെപ്പോലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീചരായ ശത്രുക്കളായിരുന്നു ഉത്തുബയും ഷൈബയും. പ്രവാചകൻ്റെ മേലിൽ കുടൽമാലകൾ കൊണ്ടിടുന്ന, പ്രവാചകൻ അത്രത്തോളം വേദനിപ്പിച്ച ശത്രുക്കൾ. പക്ഷേ അവർക്ക് പോലും ഈ ത്വായിഫിലെ രംഗങ്ങൾ കണ്ടു നിൽക്കാനായില്ല. പ്രവാചകൻ അത്രത്തോളം അത് വേദനിപ്പിച്ച് കളഞ്ഞിരുന്നു. അവർ ഉടനെ അവരുടെ അടിമയായ അദ്ദാസിനെ വിളിച്ചു വരുത്തുന്നുണ്ട്, ഉത്തുബയും ഷൈബയും. ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരിയൊക്കെ പറിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, അവിടെ മുറിവ് പറ്റിയിട്ടിരിക്കുന്നൊരു മനുഷ്യനെ നീ കാണുന്നുണ്ടോ അദ്ദാസ്? അവർക്ക് നീ മുന്തിരി കൊണ്ടുപോയി കൊടുക്കണം. ഉടനെ അദ്ദാസ് പെട്ടെന്ന് വന്നുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സയ്യിദ് റളിയല്ലാഹു അൻഹുവിനും തൻ്റെ ഈ മുന്തിരി നൽകുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച ഉടനെ പ്രവാചകൻക്ക് അള്ളാഹുവിൻ്റെ സഹായം എത്തുകയാണ്. അത് ആദ്യമേ ഭക്ഷണത്തിൻ്റെ രൂപത്തിലാണ്. ഈ ശാരീരികമായി പാവശനായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നുകൊണ്ട് പ്രവാചകൻ ഉടനടി പ്രവാചകൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയാണ്. അവരുടെ ശത്രുക്കളാൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഊട്ടപ്പെടുന്നു. ഇങ്ങനെ ഈ അദ്ദാസ് ആ മുന്തിരിയുടെ തളികയുമായിട്ട് പ്രവാചകൻ എടുത്തു വരുന്നു. പ്രവാചകൻ വളരെ സന്തോഷത്തോടെ മുന്തിരി എടുത്തിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കുന്നു. ഈ ബിസ്മില്ല എന്നുള്ള കേട്ടതോടുകൂടി തന്നെ ഈ ഭക്ഷണം കൊണ്ടുവന്ന അദ്ദാസ് ചോദിക്കുന്നുണ്ട്, ഇത് ഞാൻ മുൻപ് ഇവിടെ പറയുന്നത് ആരും കേട്ടിട്ടില്ലല്ലോ, ഈ നാട്ടിൽ ഇത് പറയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന സംശയം പ്രകടിപ്പിക്കുകയാണ്. ഉടനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, നിൻ്റെ നാടെവിടെയാണ്, നിൻ്റെ പേരെന്താണ്? ആ സമയത്ത് അദ്ദേഹം പറയുന്നു, എൻ്റെ പേര് അദ്ദാസ്, ഞാൻ ഇവിടുത്തെ തോട്ട ഉടമയുടെ അടിമയാണ്, ഞാൻ വരുന്നത് നീനവയിൽ നിന്നാണ്. നീനവയാണ് എൻ്റെ ജന്മദേശം, ഇറാഖിലെ നീനവ എന്ന പ്രദേശം. ഈ ഇറാഖിലുള്ള നീനവയിലെ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ആരും ഇങ്ങനെ ഒരു വാക്യം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ സമയത്ത് പ്രവാചകൻ ചോദിക്കുന്നു, നീനവ യൂനുസ് ബിൻ മത്തയുടെ നാടാണോ നിങ്ങളുടെ നാട്? അദ്ദേഹം അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. യൂനുസ് ബിൻ മത്ത ഞങ്ങളുടെ ഇറാഖുകാർക്ക് മാത്രം അറിയുന്ന, അറബികൾക്ക് ഒരിക്കലും അറിയാൻ സാധ്യതയില്ലാത്ത ഒരു കഥാപാത്രമാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാം. കാരണം അവരിലേക്ക് ഇറക്കപ്പെട്ട പ്രവാചകനാണ്. മക്കയിലേക്ക് അന്ന് എഴുത്തും വായനയൊന്നും അധികം അറിയുന്ന ആളുകൾ പോലുമില്ല. പിന്നെ എങ്ങനെയാണ് അത്രയും ദൂരെയുള്ള ഒരു മനുഷ്യൻ, ഇറാഖിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ, ഈ അറേബ്യയിലുള്ള ഇവിടെ മുറി പറ്റിയിട്ട് കിടക്കുന്ന ഈ മനുഷ്യൻ അറിയുന്നത്? യൂനുസ് ബിൻ മത്തയെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുക എന്ന ആകാംക്ഷ നിറഞ്ഞ സംശയത്തോടു കൂടെയാണ് ഈ അദ്ദാസ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്. ഉടനെ പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകൻ മറുപടി പറയുന്നു, യൂനുസ് എൻ്റെ സഹോദരനാണ്.
അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഞാനും അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ പറ്റിയും ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയും അള്ളാഹു ഇറക്കി കൊടുക്കുന്ന ഗ്രന്ഥത്തെപ്പറ്റിയും ആ ഗ്രന്ഥത്തിൽ പറയുന്ന യൂനുസ് ബിൻ മത്തയുടെ സർവ്വ ചരിത്രങ്ങളെ പറ്റിയൊക്കെ അദ്ദാസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉടനടി ഈ അദ്ദാസ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലിയതിന് ശേഷം പ്രവാചകൻ്റെ മുറിവേറ്റ് കിടക്കുന്ന പാദങ്ങളിലും നെറ്റിയിലുമൊക്കെ അദ്ദാസ് ചുംബിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തോട്ടോടമകളായ ഉത്തുബയും ഷെയ്ബയും അവിടെ മുറുമുറുക്കുന്നുണ്ട്. അവനും വൈവേച്ചു പോയി, നിന്റെ അടിമയും വൈവേച്ചു പോയി എന്ന് അവർ പരസ്പരം പറയുകയാണ്. ശേഷം അദ്ദാസ് തിരിച്ചു വരുമ്പോൾ അവർ ഈ ഉത്തുബയും ഷെയ്ബയും ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇവിടെ കാണിച്ചത്? നിന്നോട് ഞങ്ങൾ അവിടെ മുന്തിരി കൊണ്ടുപോയി കൊടുക്കാനല്ലേ പറഞ്ഞത്? എന്തിനാണ് നീ ആ മനുഷ്യൻ്റെ പാദങ്ങളിലും നെറ്റിയിലൊക്കെ ചുംബിച്ചത് ചോദിക്കുമ്പോൾ അദ്ദാസ് മറുപടി പറയുന്നുണ്ട്, ഈ ഭൂലോകത്ത് ഇന്ന് ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യൻ അത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് എല്ലാം അറിയാം. എൻ്റെ നാട്ടിലുള്ള ഇറാഖിലുള്ള യൂനുസ് ബിൻ മത്തയുടെ ചരിത്രം പോലും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഇന്ന് ഈ ഭൂലോകത്തിലെ ഏറ്റവും അറിവുള്ള മനുഷ്യൻ, ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യൻ, അത് ആ മുറി പറ്റിയിട്ട് കിടക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഉടനടി ഉത്തുബയും ഷെയ്ബയും പറയുന്നുണ്ട്, നീ വഴി വെച്ചു പോയി അദ്ദാസ്, നിന്റെ ക്രിസ്തുമതമാണ് ഏറ്റവും നല്ലത്, നീ എന്തിനാണ് ആ ഇസ്ലാം സ്വീകരിക്കുന്നത്? നിന്റെ ക്രിസ്തുമതം തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദാസിൻ്റെ ചരിത്രം പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ഈ മക്കയിലേക്ക് വന്നിട്ട് മക്കയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. മുസ്ലിങ്ങൾ പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം ബദ്റിൽ, ആ സമയത്തൊക്കെ അദ്ദാസ് ഉത്തുബയുടെ ഷെയ്ബയുടെ അടിമയായിട്ട് തന്നെയാണ്. ഈ ബദറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ അദ്ദാസിനെ നിർബന്ധിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം മുസ്ലിമാണ് എങ്കിൽ പോലും അടിമയായിരുന്ന ആ മനുഷ്യനെ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഉത്തുബയും ഷെയ്ബയും നിർബന്ധിപ്പിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം യുദ്ധത്തിൽ വരാതെ അതിന് വിമുഖത പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഉത്തുബയോടും ഷെയ്ബയോടും, ഈ ഭൂലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ് അദ്ദേഹം, പർവ്വതങ്ങൾക്ക് പോലും ആ മനുഷ്യനെ ഒന്നും ചെയ്യാനാവില്ല, ഞാൻ ഒരിക്കലും ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയില്ല എന്ന ധീരമായ നിലപാടെടുക്കുന്ന അദ്ദാസിനെയും പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ത്വായിഫ് സംഭവമായിക്കൊണ്ട് നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ട, നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതായിട്ട് പ്രാർത്ഥനയുടേത് തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശ്വാസമായി സമാധാനമായിട്ട് വരുന്നത് ഇലാഹായ റബ്ബ് തന്നെയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഉടനെ അതിൻ്റെ ഉത്തരം നൽകുന്ന, പ്രവാചകനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന, സമാശ്വാസത്തിൻ്റെ കുളിർക്കാറ്റായിട്ട് അള്ളാഹു തന്നെ വരുന്ന, അള്ളാഹു ആ പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരം നൽകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പാഠം കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ അവസരത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ എന്താണ്? അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് ആരും വിശ്വസിക്കാത്തത് കൊണ്ട് അദ്ദേഹം ആ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു കപ്പലിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ ആ കപ്പൽ ഭാരം കാരണത്താൽ എന്ത് ചെയ്യുന്നത്, നറുക്കെടുക്കുകയും അങ്ങനെ ഒരാൾ അതിൽ നിന്ന് ഒഴിവാക്കണം അദ്ദേഹത്തെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് എന്ത് ചെയ്യുന്നത്. അതിൻ്റെ വിശദമായ കഥകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവചരിത്രം പറയുന്ന ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇറക്കാം. അപ്പോൾ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് എറിയുന്നു, ആ മത്സ്യം വിഴുങ്ങുന്നു. ശേഷം അദ്ദേഹം ആ മത്സ്യമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നാട്ടിലേക്ക് മത്സ്യം യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ തുപ്പി വെക്കുന്നുണ്ട്. അദ്ദേഹം ശേഷം തിരിച്ച് നാട്ടിലേക്ക് തന്നെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാവരും മുസ്ലിമായ കാഴ്ച അദ്ദേഹത്തെ വരവേൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുമ്പോഴും അള്ളാഹുലേക്ക് ഭരമേൽക്കുകയും അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എല്ലാ പാഠങ്ങൾക്കും എല്ലാവിധ നഷ്ടങ്ങൾക്കുമുള്ള എല്ലാവിധ സംരക്ഷണവുമാണ് എന്ന പാഠം ഇവിടെ നൽകുന്നുണ്ട്. മാത്രമല്ല ഈ അദ്ദാസിനെ മുസ്ലിമാക്കാനുള്ള കാരണം ഒരേ ഒരു ബിസ്മിയാണ്. അദ്ദേഹം കൊണ്ടുകൊടുത്ത മുന്തിരി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മി ചൊല്ലി കഴിച്ചു എന്നുള്ളതാണ് അദ്ദാസിനെ മുസ്ലിമാക്കാനുള്ള കാരണം. ഇങ്ങനെ ഏത് ദുർഘട സാഹചര്യത്തിലും ഇസ്ലാം നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടെ ഈ ത്വായിഫ് നമ്മോട് പറയുന്നുണ്ട്. ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അദ്ദാസ് പോയതിനു ശേഷം അവർ കൊണ്ടുകൊടുത്ത ഇങ്ങനെ മുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് വലിയൊരു മേഘം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തണലെടുത്തായിട്ട് ഇവർ കാണുന്നത്. ഈ പ്രാർത്ഥനയുടെ ഉടനടിയുള്ള അനുരണനങ്ങളാണ് ഇതൊക്കെ. ഒരു വലിയ മേഘം പ്രവാചകന് സമാശ്വാസമായിട്ട് തണലിട്ട് കൊടുക്കുകയാണ് ആ ഈന്തപ്പന മരത്തിന് മുകളിലും. അല്പം സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് പ്രവാചകന് മനസ്സിലായത് ഇത് കേവലം ഒരു മേഘമല്ല, അത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രവാചകൻ്റെ അടുത്തേക്ക് വാനലോകത്തു നിന്നും ഇറങ്ങി വരികയാണ്. കൂടെ ഒരു മലക്കുമുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാം സലാം പറഞ്ഞുകൊണ്ട് പറയുന്നു, നബിയെ, എൻ്റെ കൂടെ പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മലക്കുണ്ടെന്ന്, അതുകൊണ്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. ഉടനെ ആ പർവ്വതത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള മലക്ക് പ്രവാചകനോട് സലാം പറയുന്നുണ്ട്, നബിയെ, നിങ്ങളുടെ വിഷമവും സങ്കടമൊക്കെ ഞാൻ കണ്ടു.
ഈ 2 പർവ്വതങ്ങളെ ഒരുമിപ്പിച്ചിട്ട് ഈ ത്വായിഫിനെ തന്നെ ഞാൻ അങ്ങോട്ട് ഇല്ലാതാക്കട്ടെ എന്നതാണ് ആ പർവ്വതങ്ങളുടെ ചുമതലയുള്ള മലക്ക് പ്രവാചകനോട് ചെന്നിട്ട് ചോദിക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച മനുഷ്യർ, അവരെ ഒന്നടങ്കം അങ്ങ് ഇല്ലാതാക്കട്ടെ എന്ന് വാനലോകത്ത് നിന്ന് അള്ളാഹു മലക്കുകളെ പറഞ്ഞ് പിടിച്ചിട്ട് ചോദിക്കുകയാണ്. കാരണം അത്രത്തോളം പ്രവാചകനെ വേദനിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായ ഒരു മനുഷ്യൻ ഒരു മൂളലിനൊപ്പം എന്ത് ചെയ്യാണ്, തന്നെ വേദനിപ്പിച്ച് ആ മനുഷ്യനെ മുഴുവനും നശിപ്പിച്ച് കളയുകയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് മേൽ ഇറങ്ങുകയാണ്. പക്ഷേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എടുക്കുന്ന ഒരു കാരുണ്യത്തിൻ്റെ നിലപാടുണ്ട്. പ്രവാചകൻ പറയുന്നു, വേണ്ട, ഒരിക്കലും വേണ്ട. ആ തലമുറയിൽ നിന്ന്, ഈ നാടിൽ നിന്ന് ഒരാളെങ്കിലും ഒരാൾ നാളെ അള്ളാഹുവിൻ്റെ പാതയിലേക്ക് വരികയാണെങ്കിൽ അതാണ് ഈ പ്രതികാരത്തേക്കാൾ എന്നെ പ്രീതിപ്പെടുത്തുന്നതെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കാരുണ്യത്തിന് വേണ്ടിയല്ലാതെ ഞാൻ ഒന്നേ അയച്ചിട്ടില്ല എന്ന് പറയുന്ന ഖുർആനിക സൂക്തം ഇവിടെ ഒന്നുകൂടെ അടുത്ത് ഉദ്ധരിക്കണം. തങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ച ഒരു മനുഷ്യരെ, വിശ്വസിക്കുമെന്ന് കരുതിയിരുന്ന മനുഷ്യരെ ചതിക്കുന്നത് അത്രത്തോളം ഒരു മനുഷ്യനെയും വേദനിപ്പിക്കുന്ന സന്ദർഭം വേറെ ഇല്ല ജീവിതത്തിൽ. അങ്ങനെ തൻ്റെ കുടുംബക്കാരാണ്, ബന്ധുക്കളാണ്, സഹായിക്കും, കൂടെ നിൽക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം കൊണ്ടാണ് പ്രവാചകൻ ത്വായിഫിലേക്ക് പോകുന്നത്. പക്ഷേ അവർ വരവേറ്റത് പ്രവാചകൻ ഇങ്ങനെയാണ്. ആ മനുഷ്യനെ തകർത്ത് കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയാൻ പ്രവാചകൻ എടുക്കുന്ന ഒരു കാരുണ്യത്തിൻ്റെ നിലപാട്, ആ കാരുണ്യത്തിൻ്റെ സന്ദേശം തന്നെയായിരുന്നു പ്രവാചകൻ. അതായിരുന്നു ഇസ്ലാം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതീക്ഷകളൊന്നും തെറ്റുന്നില്ല. കൃത്യം 10 വർഷത്തിന് ശേഷം ഹുനൈൻ യുദ്ധത്തിൽ ഈ പ്രദേശം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഈ ത്വായിഫ് പ്രദേശം മുഴുവൻ മുസ്ലിങ്ങൾ കീഴടക്കുകയും ആ പ്രദേശം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നു. അവിടെയുള്ള ആളുകൾ മുഴുവനും ഇസ്ലാം സ്വീകരിക്കുന്നു. പ്രവാചകൻ അന്ന് പറഞ്ഞ വാക്കുകൾ മുഴുവനും പൊരുളാവുകയാണ്. ഇന്ന് നമ്മൾ ത്വായിഫിലേക്ക് പോവുകയാണെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെ മുഴുവനും പള്ളികളാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ മുറിവേറ്റ് രക്തമൊലിച്ച് പ്രവാചകൻ ഇങ്ങനെ നടന്ന ആ ത്വായിഫിലെ പ്രദേശങ്ങളിൽ മുഴുവൻ ഒരുപാട് പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിച്ച പ്രവാചകനെടുത്ത ആ ഒരു കാരുണ്യത്തിൻ്റെ ഒരു മറുപടി കൊണ്ട് മാത്രം ഇന്ന് അത്രത്തോളം സുലഭമായിട്ട് അവിടെ ഇസ്ലാം വളരുകയും ഇന്നും വളരെ സമ്പുഷ്ടമായിട്ട് വളരെ ഫലപ്രദമായ നാടായിട്ട് ത്വായിഫ് നിലനിൽക്കുകയാണ്. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സെയ്ദ് റളിയല്ലാഹു അൻഹു തിരിച്ച് മക്കയിലേക്ക് തന്നെ യാത്ര പോരുകയാണ്. ഈ ത്വായിഫ് സംഭവത്തിനൊക്കെ ശേഷം അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ രാത്രി ഒരു സ്ഥലത്ത്, നഖ്ല എന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അവർ രാത്രി ഉറങ്ങാൻ തീരുമാനിക്കുന്നു. അല്പം ഉറങ്ങിയതിന് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം ചേർത്ത് പിടിക്കുന്നത് നോക്കുക നിങ്ങൾ. എത്രത്തോളം ശരീരം മുഴുവനും മുറിപ്പെട്ടിട്ട് മാനസികമായി ആ മനുഷ്യൻ തളർന്നിരിക്കുമ്പോൾ പോലും ആ രാത്രിയിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദിന് വേണ്ടിയിട്ട് ഉണരുകയാണ്. തഹജ്ജുദിന് വേണ്ടിയിട്ട് എഴുന്നേറ്റുന്നുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കെ ഖുർആൻ ഓതിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്തോടെ വലിയ മനോഹരമായൊരു സംഭവം നടക്കുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നെക്കിലയിൽ വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. മാത്രമല്ല ഇങ്ങനെ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് അവിടെയും ഇസ്ലാം മുറുകെ പിടിച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ അവിടെ ആ സമയത്താണ് കുറച്ച് ജിന്നുകൾ അതിലൂടെ കടന്നു പോകുന്നത്. അവർ ഈ പ്രവാചകൻ്റെ ഖുർആൻ കേൾക്കുകയും അവരെല്ലാവരും സാഗൂതം അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ജിന്നുകളുടെ ജീവിതവും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. ജിന്നുകളുടെ ലോകം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അത് കാണാത്തവരെന്തായാലും അത് കാണുക. ജിന്നുകളുടെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഭക്ഷണവും അവരുടെ ജീവിത രീതികളും അവരുടെ സ്വഭാവങ്ങളും എല്ലാം പറയുന്ന ഒരു വീഡിയോ ആണത്. ഒരുപാട് ആളുകൾ കണ്ട് ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ അവസരത്തിൽ അത് കാണുക എന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ജിന്നുകൾ അവിടെ വരികയും ഈ ഖുർആൻ പാരായണം കേൾക്കുകയും ചെയ്യുന്നു. അവരതിൽ വളരെ ആകൃഷ്ടരാകുന്നു. ഉടനടി അവരെന്ത് ചെയ്യാണ്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഖുർആൻ പാരായണം കേട്ടിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അത് ഒരു ജൂത ക്രിസ്ത്യൻ സംഘമായിരുന്നു. അവരുടനടി ഇസ്ലാം സ്വീകരിക്കുകയാണ് ഖുർആൻ ഒന്ന് കേൾക്കുക കൊണ്ട് മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭൂമി ലോകത്ത് ഈ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ജിന്നുകൾ അവരാണ്. അവർ പിന്നീട് അവരുടെ ലോകത്തിലേക്ക് തിരിച്ചു പോവുകയും അവിടെയുള്ള ആളുകളൊക്കെ ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയും ഒരുപാട് ജിന്നുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ശേഷം ഒരു ദിവസത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം മദീനയിൽ കാണാതാവുന്നുണ്ട്. സ്വഹാബത്ത് എല്ലാവരും പ്രവാചകനെ തിരഞ്ഞെടുക്കുകയാണ്. എവിടെയും പ്രവാചകനെ കാണാനില്ല. അവർക്ക് പേടിയാവുന്നുണ്ട്. ആരെങ്കിലും പ്രവാചകൻ എന്തെങ്കിലും ചെയ്തോ, തട്ടിക്കൊണ്ടുപോയോ, എന്തെങ്കിലും ചെയ്തോ എന്ന് അറിയുന്നില്ല. സ്വഹാബത്ത് മുഴുവനും അന്ന് രാത്രി പ്രവാചകൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ എവിടെയും കാണാനില്ല.
പിറ്റേന്ന് ഉണർന്നപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ്റേന്ന് രാവിലെ സുബ്ഹിൻ്റെ സമയമായപ്പോൾ അവിടെ ഒരു ഗുഹയുടെ ഭാഗത്ത് നിന്നിങ്ങനെ ഇറങ്ങി വരുന്നത് സഹാബത്ത് കാണുന്നു. ഉടനെ ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. ആ സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്നലെ എൻ്റെ അടുത്തേക്ക് ഒരു സംഘം ജിന്നുകൾ വന്നിരുന്നു. അവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കാനും ഇസ്ലാം പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോയതായിരുന്നു ഞാൻ എന്ന് പ്രവാചകൻ പറയുന്നു. അന്ന് വന്ന സംഘം ഈ ആദ്യകാലത്ത് ഈ സംഘം പോയി അവരെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് പിന്നീട് പ്രവാചകനെ കാണാൻ വേണ്ടി വന്ന ജിന്ന് സംഘങ്ങളാണ്. പിന്നെ സ്വഹാബത്ത് പലരും ആ ഗുഹയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവരവിടെ തീ കൂട്ടിയിരുന്ന ഒരുപാട് അടയാളങ്ങളും അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജിന്നുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന ആ ഒരു നിലപാടിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങളെ ഭൂലോകത്തുള്ള മനുഷ്യർ മുഴുവനും പരിഹസിച്ചാലും അപഹസിച്ചാലും തളർത്തിക്കളഞ്ഞാലും വിമർശിച്ചാലും മാട്ടിയൊടിച്ചാലും ഈ ലോകത്ത് അങ്ങയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഞാൻ സൃഷ്ടിക്കുമെന്നുള്ളതാണ്. ത്വായിഫിലെ ആളുകൾ ആട്ടിയോടിച്ചപ്പോൾ ഒരു വലിയ ജിന്ന് സമൂഹം തന്നെ ഇസ്ലാമിലേക്ക് വരുന്നു. ത്വായിഫിലെ ആളുകളെ ആട്ടിയോടിച്ചപ്പോൾ ഈ അറേബ്യയിൽ നിന്ന് എത്രയോ ദൂരം കിടക്കുന്ന ഇറാഖിലുള്ള അദ്ദാസ് മുസ്ലിം സ്വീകരിക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ കുളിർമഴയായിരുന്നു ഇതൊക്കെ. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ്റേന്ന് എന്ത് ചെയ്യാണ്? മക്കയുടെ സമീപത്തെത്തുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി മക്ക എന്നുള്ളത് ഒരു സംരക്ഷകൻ പോലുമില്ല. അക്കാലത്ത് അവിടെ ഒരു സംരക്ഷകനില്ലാതെ ആർക്കും മക്കയിൽ ജീവിക്കാനാവില്ല എന്നുള്ളതാണ്. അബൂ ത്വാലിബ് എന്ന സംരക്ഷകൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് പ്രവാചകൻ ഇത്രയും കാലം മക്കയിൽ ജീവിച്ചത്, പലരും എതിർത്തിട്ട് പോലും. അങ്ങനെ സംരക്ഷകനെ പ്രവാചകൻ അത്യാവശ്യമാണ്. ഇനിയൊരു സംരക്ഷകനെ വേണം. എന്താണ് ഇനി ചെയ്യുക? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സംരക്ഷകനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ആ സമയത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ ഇനി നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് സംരക്ഷകരില്ലല്ലോ. ആ സമയത്ത് പ്രവാചകൻ പറയുന്ന മറുപടിയുണ്ട്, അള്ളാഹു അതിനൊരു മാർഗം കാണിക്കും, ഒരിക്കലും പ്രതീക്ഷ കൈവിടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രവാചകൻ നമ്മൾ കാണുന്നുണ്ട്. ചെങ്കടലിൻ്റെ മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി വഴികളൊന്നുമില്ല, പിറകിൽ ഫിർഔനിൻ്റെ സംഘമാണ്, മുന്നിൽ ചെങ്കടലും, ഇനി ഒന്നുമില്ല എന്ന് പേടിച്ച് അവശനായിട്ട് കരയുന്ന ബനൂ ഇസ്രായേലിങ്ങൾക്ക് മൂസാ നബി അലൈഹി സ്വലാം കൊടുക്കുന്ന ഒരു ധൈര്യമുണ്ട്, അള്ളാഹു നമ്മളെ കാക്കുമെന്ന. ഉടനടി വരികയാണ് കൽപ്പന, നിങ്ങൾ എന്ത് ചെയ്യുക? വടിയെടുത്തിട്ട് ആ കടലിൽ അടിക്കുക. ചെങ്കടൽ പിളർത്തിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം കടന്നു പോകുന്നുണ്ട്. അള്ളാഹു ഒരാളെ സംരക്ഷിക്കാൻ, അയാളെ സഹായിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മറ്റൊന്നും അദ്ദേഹത്തിനെ തളർത്താനാവില്ല എന്ന് പല ചരിത്രങ്ങളിൽ സ്വഹാബിമാരുടെയും പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ സാഹചര്യത്തിലേക്ക് അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടാതെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഓരോ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ തങ്ങളെ സഹായിക്കും എന്ന പ്രതീക്ഷയുള്ള പ്രബലമായ ആളുകളുടെ അടുത്തേക്ക് ദൂതനെ അയക്കുകയാണ്. ആദ്യമായിട്ട് അയക്കുന്നത് അക്നസ് ബിൻ ശുറൈഖിൻ്റെ അടുത്തേക്ക് പ്രവാചകൻ ദൂതനെ അയക്കുന്നുണ്ട്. അദ്ദേഹം സമ്മതിക്കുന്നില്ല, ഞാൻ ഒരിക്കലും അവയുടെ സംരക്ഷണം ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ദൂതനെ തിരിച്ചയക്കുകയാണ്. ഉടനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തളരുന്നില്ല, അടുത്തൊരാളടുത്തേക്ക് പ്രവാചകൻ ദൂതനെ അയക്കുന്നുണ്ട്. സുഹൈൽ ബിൻ അംറിൻ്റെ അടുത്തേക്കായിരുന്നു അത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് സാദൃശ്യമുണ്ട്, അവർ ഇസ്ലാമിലേക്ക് കിട്ടും എന്ന് പ്രതീക്ഷയുള്ള ആളുകളുടെ അടുത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ദൂതരെ അയക്കുന്നത്. ഈ സുഹൈൽ ബിൻ അംറും ഇതുപോലെ തന്നെയാണ് നിലപാടാണ് എടുക്കുന്നത്. ഒരിക്കലും മുഹമ്മദിനെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തറപ്പിച്ച് പറയാണ് ദൂതനോട്. ഉടനെ മൂന്നാമതായിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയക്കുന്നത് മുത്തീബിനു അദീൻ്റെ അടുത്തേക്കാണ് ദൂതനെ അയക്കുന്നത്. മുത്തീബിന് അദി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉപരോധത്തിൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. ഉപരോധ കാലഘട്ടത്തിൽ പച്ചിലകൾ മാത്രം കഴിച്ച് നടന്നിരുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതീവ രഹസ്യമായി മക്കക്കാരും കാണാതെ ഭക്ഷണം കൊടുത്തിരുന്ന അവിശ്വാസിയാണ്. അതുകൊണ്ട് പ്രവാചകന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. മുത്തീബിന് അദി വളരെ സ്നേഹത്തോടു കൂടെ എന്ത് ചെയ്യാണ്? പ്രവാചകന് സംരക്ഷണം കൊടുക്കാം എന്ന കൽപ്പന അവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രവാചകനെ ക്ഷണിക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിൽ നിന്ന് നേരെ വരുന്നത് മുത്തീബിന് അദിയെയും കൂട്ടി ചെല്ലുന്നത് എവിടേക്കാണ്? ത്വാഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലവട്ടം പറഞ്ഞിരുന്നു, മക്കയിൽ നിന്ന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ ദിനചര്യ എന്ന പോലെയായിരുന്നു എന്ത്? അവരുടെ ത്വാഫ് എന്നുള്ളത്. അതുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വാഫ് ചെയ്യുന്നു. ഉടനെ മുത്തീബിന് അദി കഅബയുടെ അടുത്ത് കയറിന്നിട്ട് പറയുന്നു, ഇന്ന് മുതൽ മുഹമ്മദിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, മുഹമ്മദിനെ ഇനി ആരും ഒന്നും ചെയ്യരുത്, മുത്തീബിൻ അദി എന്ന ഞാനാണ് ഇന്നു മുതൽ മുഹമ്മദിൻ്റെ സംരക്ഷകൻ എന്ന ഉറച്ച നിലപാടെടുക്കുന്നുണ്ട്. കേൾക്കുന്ന അബൂ ജഹൽ അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, നീ അവൻ്റെ മതത്തിൽ പെട്ടുപോയോ? നീയും വഴിവെച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ മുത്തീബിൻ അദി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഒരു മനുഷ്യൻ അദ്ദേഹം അള്ളാഹുവാണ് ഇലാഹു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്തിനാണ് അദ്ദേഹത്തെ നമ്മളിങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്? അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മുത്തീബിൻ അദി പറയുകയാണ്.
ഹിജ്റയുടെ 1 മാസം മുമ്പ് വരെയാണ് ഈ സംരക്ഷണം നിലനിന്നിരുന്നതും അദ്ദേഹത്തിൻ്റെ വഫാത്ത് പിന്നീട് സംഭവിക്കുന്നതൊക്കെ. ഹിജ്റയുടെ 1 മാസം മുമ്പ് വരെ മുത്തീബിൻ അദി ജീവനോടെ ഉണ്ടായിരുന്നു. പ്രവാചകൻ അത്രത്തോളം സംരക്ഷണം, പിന്നീട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അക്രമങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. മുത്തീബിൻ അദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഹിജ്റയുടെ 1 മാസം മുമ്പ് വഫാത്താവുന്നു. പക്ഷേ അദ്ദേഹം അന്നും ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഹിജ്റയ്ക്ക് ശേഷം പിന്നീട് മദീനയിലെത്തിയതിനു ശേഷം ആദ്യമായിട്ട് നടക്കുന്ന ഈ ബദർ യുദ്ധവേളയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തീബിനെ പരാമർശിക്കുന്ന ഒരു മനോഹരമായ രംഗചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബദർ യുദ്ധത്തിൽ 70 തടവുകാരെ മക്കാ മുശ്രിക്കീങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. ഇവരെ ഇനി എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണ്. ചരിത്രത്തിൽ ഏറ്റവും അതുല്യമായ നീതി നടപ്പിലാക്കിയ ഒരു സാഹചര്യമാണത്. അവിടേക്ക് വരുമ്പോൾ ഈ 70 പേരെയും എന്ത് ചെയ്യണമെന്നിങ്ങനെ ചിന്തിച്ച് സ്വഹാബത്തും പ്രവാചകൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, മുത്തീബിൻ അദി എങ്ങാനും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ 70 പേരെയും വെറുതെ വിടാൻ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. കാരണം മുത്തീബിൻ അദി പ്രവാചകനും ഇസ്ലാമിനും ആദ്യകാലത്ത് ചെയ്ത സഹായങ്ങൾ അത്രത്തോളമായിരുന്നു. ഈ തടവ് പുള്ളികളായി പിടിക്കപ്പെട്ട 70 പേരെയും വെറുതെ വിടാൻ മുത്തിയെങ്ങാനും എന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ ഞാനതിന് സംശയം ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ബഹുമതി എന്ന നിലക്ക് പോലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ബദറിൻ്റെ വേളയിൽ എന്ത് ചെയ്യാണ്, സ്മരിക്കുകയാണ്. പിന്നീട് അവരെ എന്ത് ചെയ്തു എന്നതും ചരിത്രത്തിൽ അതുല്യമായ മനോഹരമായ രംഗങ്ങളാണ്. അവരെ സമ്പന്നരായ ആളുകളെ എന്ത് ചെയ്യാം, അവർക്ക് പൈസ കൊടുത്തിട്ട് മോചിപ്പിക്കാം. ഇനി പൈസ ഇല്ലാത്ത ആളുകളാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, മദീനയിൽ ഉണ്ടായിരുന്ന എഴുത്തും വായനയും അറിയാത്ത ആളുകൾ, ഇവരിൽ നിന്ന് എഴുത്തും വായനയും അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, 10 വീതം ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാം. അതും അറിയാത്ത ആളുകളെ, എഴുത്തും വായനയും അറിയാത്തതിലുള്ള ആളുകളെ പ്രവാചകൻ വെറുതെ വിടുകയാണ്. ഇങ്ങനെ ഇവിടെ എഴുത്തും വായനയും പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ നിയമിക്കും. ഇങ്ങനെ ചരിത്രത്തിൽ അതുല്യമായിട്ട് ഉപരോധങ്ങൾ. ഇത് എത്രത്തോളം നമ്മൾ വായിക്കണമെന്ന് വെച്ചാൽ, യുദ്ധത്തടവുകാരെ സമൂഹം എത്തരത്തിലായിരുന്നു അന്ന് നിരീക്ഷിച്ചിരുന്നത് എന്ന് പഠിക്കുമ്പോഴാണ് പ്രവാചകൻ ആ ചെയ്തത് എത്രത്തോളം ഉദാത്തമായ സംഭാവനയായിരുന്നു, കരുണയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുകാരെ, സ്ത്രീകളെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുന്ന, അടിമകളായിട്ട് സൂക്ഷിക്കുന്ന ആ കെട്ടകാലത്ത് പുരുഷന്മാരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന, തൂക്കിലേറ്റുന്ന, കൊന്നുകളയുന്ന, നിഷ്ഠൂരമായിട്ട് അംഗഛേദങ്ങൾ വരുത്തുന്ന ആ കാലഘട്ടത്തിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൈസയുള്ള ആളുകളാണെങ്കിൽ ഇന്നാലിന്ന പൈസ കൊടുത്തിട്ട് അവരെ മോചിപ്പിക്കാം, അത് അല്ല എങ്കിൽ അവരെ എന്ത് ചെയ്യാം, എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചിട്ട് അവർക്ക് തിരിച്ചു പോവാം. അതുമല്ലാത്ത പൈസയും എഴുത്തു വായനയും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വാളെടുത്ത് വന്ന ആ മനുഷ്യരെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ വിടുന്നത്. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് മക്കയിലേക്ക് വരുന്നു. ഈ ത്വായിഫ് സംഭവത്തിന് ശേഷം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് തൻ്റെ മക്കളൊക്കെ ഉണ്ട്. ഖദീജ ബീവി വിട വാങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. പ്രവാചകൻ മാനസികമായി തളർന്നിരിക്കുന്ന സാഹചര്യമാണ്. മക്കളെ നോക്കാൻ ഒരാളില്ല, മക്കളെ നോക്കാനൊരു സംരക്ഷണമില്ല. അങ്ങനെ പ്രവാചകൻ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഖദീജ ബീവിയുടെ സുഹൃത്തായിരുന്ന ഹൗല ബീവി പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഖദീജയുടെ വിയോഗം പ്രവാചകനെ അങ്ങേ തളർത്തി കളഞ്ഞിട്ടുണ്ട് അല്ലേ? അതവർ പറയുന്നുണ്ട്, അതെ, ഖദീജയുടെ വിയോഗം എന്നെ അത്രത്തോളം തളർത്തി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഖദീജ ബീവിയുടെ ദുഃഖവർഷത്തിൻ്റെ കഥയിലും പറഞ്ഞു വെച്ചതാണ് ആ രംഗങ്ങളൊക്കെ. പ്രവാചകനോട് പറയുന്നുണ്ട് ഹൗല ബീവി, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവരുടെ മക്കളുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി ഒരു വിവാഹം കൂടി കഴിക്കണം. മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരാൾ ഈ കുടുംബത്തിലേക്ക് വരണം. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആ ഹൗല ബീവി മുന്നിട്ടിറങ്ങിക്കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിക്കുകയാണ്. അങ്ങനെ സൗദ ബിൻത് സംആ എന്ന സ്ത്രീയെയാണ്, വിധവയായ ആ സ്ത്രീയെ, മുൻപൊരു ഭർത്താവ് ഉണ്ടായിരുന്ന ആ സ്ത്രീയെയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരുടെ ജീവിതത്തിലെ 2ാം ഭാര്യയായിട്ട് ഈ ഹൗല റളിയല്ലാഹു അൻഹ നിർദ്ദേശിക്കുന്നത്. ഉടനെ പ്രവാചകൻ അതിന് സമ്മതം മൂളുന്നുണ്ട്. അങ്ങനെ അവരുടെ വിവാഹം നടക്കുകയാണ്. സക്കറാൻ ഇബ്നു അംറായിരുന്നു ഈ ബീവിയുടെ ആദ്യത്തെ ഭർത്താവ്. അവർ അബ്സീനിയയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വന്നതിന് ശേഷമാണ് അവരുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിലേക്ക് വിടവാങ്ങുന്നതും. ഒരു കുട്ടിയുള്ള ശാരീരിക പ്രകൃതിയൊക്കെ വായിച്ച് നോക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെൺലമ്പടനായിട്ടും പീഡകനായിട്ടൊക്കെ ചരിത്രം വായിക്കുന്ന ആ അവസരത്തിൽ നമ്മൾ പ്രവാചകൻ്റെ ജീവിതം കൂടെ വായിച്ചു നോക്കുക. തടിച്ച് നീണ്ട പ്രായമായ വിധവയായ ഒരു സ്ത്രീയെയാണ് തൻ്റെ 50ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യുന്നത്, പ്രവാചകൻ വിവാഹം കഴിക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ യുവത്വത്തിൻ്റെ തുടിപ്പിൽ നിൽക്കുമ്പോൾ പോലും പ്രവാചകൻ വിവാഹം കഴിക്കുന്നത് ഒരേ ഒരാൾ, അതും വിധവയായ ഖദീജയെ മാത്രം.
50-ാമത്തെ വയസ്സ് വരെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നത് ഒരേ ഒരു വ്യക്തിയെയാണ്. അവരുടെ മരണത്തിന് ശേഷമാണ് മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഭാര്യയെ പ്രവാചകൻ വിവാഹം കഴിക്കുന്നത്. അതും ബഹുഭാര്യത്വമൊക്കെ അത് ആഡംബരമായിട്ട് കൊണ്ട് നടക്കുന്ന, അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കുന്ന ഒരു മാന്യതയും സംശുദ്ധമായ സംസ്കാരവും ഉണ്ട് അവിടെ. പ്രവാചകനാണെങ്കിൽ എത്ര പേര് വിവാഹം കഴിക്കാമായിരുന്നു. അസംഖ്യം വിവാഹം കഴിക്കുന്ന എത്രയോ പേർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിലൊന്നും പ്രവാചകൻ മുതിരുന്നില്ല. 50-ാമത്തെ വയസ്സ് വരെ വിധവയായ ഖദീജ ബീവി മാത്രമാണ് നബിയുടെ ഭാര്യ. അവരുടെ വിയോഗത്തിന് ശേഷമാണ് ഈ സൗദ ബീവിയെ പ്രവാചകൻ വിവാഹം കഴിക്കുന്നത്. അതും അവരുടെ രൂപസാദൃശ്യങ്ങളൊക്കെ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ഭാര്യയായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. തടിച്ച് നീണ്ട പ്രായമായ വിധവയായ മക്കളുള്ള ഒരു സ്ത്രീയെ അക്കാലത്ത് പോലും പ്രവാചകന് വേണമെങ്കിൽ യുവതികളായ സ്ത്രീകളെ ലഭിക്കുമായിരുന്നു. പ്രവാചകൻ അതിന് ശ്രമിച്ചിട്ടില്ല. പ്രവാചകനെ പെൺലമ്പടനായിട്ടും പീഡകനായിട്ടൊക്കെ കാണുന്ന ആളുകൾ ഈ പ്രവാചകൻ്റെ ഓരോ വിവാഹ ചരിത്രവും നിങ്ങൾ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെ 400 ദിർഹം മഹർ നൽകിക്കൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിവാഹം അന്നവിടെ നടക്കുന്നത്. അങ്ങനെ ശേഷം പിന്നീട് നടക്കുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ രംഗമാണ്. ഈ ഉപരോധവും ഈ ത്വായിഫ് സംഭവവും പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സംഭവിച്ച് കിടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നൽകുന്ന ഒരു ആശ്വാസത്തിൻ്റെ കഥയാണ് ഈ സീരീസിൽ അടുത്തതായിട്ട് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. അത് ഇസ്രാ മിഅ്റാജിൻ്റെ കഥയാണ്. വാനലോകത്തേക്ക് പോയ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥ അടുത്ത വീഡിയോയിലൂടെ ആ രംഗങ്ങളിലേക്ക്, അതിമനോഹരമായ ആ ചരിത്ര സന്ദർഭങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ചിരിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.